ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ്. ചേമ്പിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പച്ചരി വെള്ളത്തിലിട്ട് 4-5 മണിക്കൂറിന് ശേഷം കുതിർത്ത് അത് അരച്ചെടുത്തതിന് ശേഷം പച്ചരിക്ക് സമമായി തന്നെ കടലപ്പൊടിയും ചേർക്കുക. അടുത്തതായി ചേർക്കേണ്ടത് കുരുമുളക് ചതച്ചതാണ്. നമ്മുടെ എരിവിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലും കുറവ് വേണ്ടവർക്ക് കുറവും. ഞാൻ ഇതിൽ കൃത്യം അളവുകളൊന്നും പറയുന്നില്ല കേട്ടോ. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഇതും നമ്മുടെ ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ ചേർക്കാം. അതിനുശേഷം കായ പൗഡറാണ് ഇടുന്നത്. നമുക്ക് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എത്രത്തോളം ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് ഈ ചേരുവകളെല്ലാം ചേർക്കാം. അടുത്തതായി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പച്ചരി അരച്ചെടുക്കുന്നതിന് പകരമായി അരിപ്പൊടി ചേർത്താലും മതിയാകും. നമ്മൾ അപ്പത്തിനെടുക്കുന്ന പൊടിയാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് വെള്ളവും കൂടി ചേർത്ത് ബാറ്റർ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഓവറായിട്ട് ടൈറ്റായിട്ടുള്ളൊരു ബാറ്റർ അല്ല കേട്ടോ വേണ്ടത്. അതുപോലെ തന്നെ ലൂസാവാനും പാടില്ല. ഒരു മീഡിയം ആ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് ബാറ്റർ റെഡിയാക്കി എടുക്കാം. കുഞ്ഞൂസിൻ്റെ ബർത്ത്ഡേക്ക് ശേഷം നമ്മൾ ജൂണിൽ അധികം വീഡിയോസൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതിന് കാരണം കുറച്ച് തിരക്കുകളും പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചേമ്പില എടുക്കാം കേട്ടോ. ഇത് കറി വെക്കുന്ന ചേമ്പിൻ്റെ ഇലയാണ്. ചേമ്പിലയുടെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നല്ലപോലെ ഒരു തിൻ ലെയറായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചേമ്പിലയുടെ ബാക്ക് സൈഡിൽ തിക്കായിട്ടുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നല്ലപോലെ വാഷ് ചെയ്ത് വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ ഈ ബാറ്റർ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. വലിയ തിക്ക് ലെയറായിട്ട് നമ്മൾ ഈ ബാറ്റർ ഇട്ട് കൊടുക്കരുത്. തിന്നായിട്ട് വേണം ബാറ്റർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം ചേമ്പില ചുരുട്ടി എടുക്കാം. നമ്മുടെ ബാറ്റർ ഒരുപാട് ടൈറ്റ് ആവുകയും അതുപോലെ ഒരുപാട് ലൂസാവുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചേമ്പിലയിൽ സ്പ്രെഡ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരു മീഡിയം ലെവലിൽ ബാറ്റർ റെഡിയാക്കി എടുക്കണം എന്ന് പറഞ്ഞത്. നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരളവിൽ ഇല എടുക്കുക. ചുരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ഇലകളായിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു 15-20 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം. അടുത്തതായി നമുക്ക് താളിക്കാനായിട്ട് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വറ്റൽമുളക്, വേപ്പില എന്നിവ നമുക്ക് റെഡിയാക്കി വെക്കാം. ചേമ്പില വെന്തതിന് ശേഷം അത് ചെറിയതായി അരിഞ്ഞ് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. അത്യാവശ്യം ചൂടൊക്കെ മാറിയിട്ട് വേണം അരിഞ്ഞെടുക്കാനായി. ഇനി നമുക്ക് ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാം. അതിനായി പാൻ എടുത്ത് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം. ഇനി അടുത്തതായി വേണ്ടത് ഉഴുന്നാണ്. കടുകിടുന്നത് പോലെ തന്നെ ആ ഒരു ക്വാണ്ടിറ്റി തന്നെ ഉഴുന്നും ഇടാം. ഉഴുന്നും പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയും പച്ചമുളക്, ഇഞ്ചി, വറ്റൽമുളക്, വേപ്പില എന്നിവയിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉള്ളിയും പച്ചമുളകും വേപ്പിലയും ഇഞ്ചിയും വറ്റൽമുളകും എല്ലാം നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ചേമ്പില ഇട്ടതിന് ശേഷം നല്ലപോലെ കൂട്ടിച്ചേർത്ത് ഇളക്കി ഒരു 2 മിനിറ്റോളം ഇളക്കി അത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം സ്വാദിഷ്ടമായ ചേമ്പില ഉപ്പുമാവ് റെഡിയായി. ചൂടോടെ സെർവ് ചെയ്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഈ റെസിപ്പി ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.